ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധം അഥവാ ജിഹാദിന് ആഹ്വാനം ചെയ്ത ആഗോള ഭീകര സംഘടനയായ അൽ ഖ്വയ്ദ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഭീഷണി വരുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആക്രമണം എന്ന തലക്കെട്ടിൽ അൽ ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അഥവാ AQIS ആണ് ഭീഷണി സന്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നടത്തിയ കടന്നുകയറ്റത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് അൽ ഖ്വയ്ദ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇതിനായി പാകിസ്ഥാന് പിന്നിൽ അണിചേരാൻ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വ BJP സർക്കാർ പാകിസ്ഥാനിലെ പള്ളികളും വീടുകളും ആക്രമിച്ചിരിക്കുന്നു. നിരവധി മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചവരെല്ലാം സ്വർഗരാജ്യം പൂകി. ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന ക്രൂരതകളുടെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബോംബ് ആക്രമണം. ഇസ്ലാമിനും മുസ്ലിമുകൾക്കുമെതിരായ ഇന്ത്യയുടെ യുദ്ധം പേൽഗാം ആക്രമണത്തിന് ശേഷം ആരംഭിച്ചതല്ല. അത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത അടിച്ചമർത്തലാണ് നേരിടുന്നത്. ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായി സൈനികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിശ്രമത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടത് ഓരോ മുസ്ലിം പോരാളികളുടെയും കടമയാണ്. ഇസ്ലാമിനെതിരായ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യണം. ഇതാണ് പ്രസ്താവന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളാണ് തകർത്തത്. ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർത്തവയിൽ ഉൾപ്പെടുന്നു. ഇതാണ് AQISനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ വിഭാഗമാണ് AQIS. 2014 സെപ്റ്റംബർ 3-നാണ് AQIS സ്ഥാപിതമായത്. ഇന്ത്യ, മ്യാൻമർ, ബംഗ്ലാദേശ് ഗവൺമെന്റുകളോട് യുദ്ധം ചെയ്യുന്നതാണ് ബ്രാഞ്ചിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് അൽ ഖ്വയ്ദ നേതാവായ അയ്മൻ അൽ സവാഹിരി AQISന്റെ രൂപീകരണം പ്രഖ്യാപിച്ച് പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വിരുദ്ധ കലാപകാരികളോടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹിഷ്ണുതാ നയം മുതലെടുക്കുന്നതിനും ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പിന്റെ വ്യാപനത്തെ ചെറുത്തു നിൽക്കുന്നതിനുമുള്ള അൽ ഖ്വയ്ദയുടെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു AQISന്റെ രൂപീകരണം. വിവിധ ജിഹാദി പ്രസ്താവനകളെ 2 വർഷത്തോളം എടുത്ത് തങ്ങളുടെ ഭാഗമാക്കിയാണ് AQIS രൂപീകരിച്ചത്. ഇന്ത്യൻ പൗരനും തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ അഥവാ TTPയുടെ മുൻ കമാൻഡറുമായ അസിം ഉമർ ആയിരുന്നു AQISന്റെ ആദ്യ അമീർ. ഒസാമ മഹ്മൂദ് ആയിരുന്നു സംഘടനയുടെ ഔദ്യോഗിക വക്താവ്. എങ്കിലും ഇന്ത്യയിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ AQISന് കഴിഞ്ഞിരുന്നില്ല. 2018 ജൂലൈയിൽ അമേരിക്ക അസീം ഉമറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. അൽ ഖ്വയ്ദയെ സഹായിച്ചതിന് ചില കശ്മീരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും മേഖലയിൽ ഗ്രൂപ്പിന്റെ സംഘടിത സാന്നിധ്യത്തിന് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരിക്കലും അൽ ഖ്വയ്ദയുമായി സഖ്യത്തിലാകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2018 ജൂലൈയിൽ അമേരിക്ക അസീം ഉമറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. 2019 സെപ്റ്റംബർ 23-ന് അഫ്ഗാനിസ്ഥാനിലെ ഹെൽമണ്ട് പ്രവിശ്യയിൽ നടന്ന US അഫ്ഗാൻ സൈനിക സംയുക്ത ആക്രമണത്തിനിടെ അസീം ഉമർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചു. തുടർന്ന് ഒസാമ മഹ്മൂദാണ് ഇപ്പോൾ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ശരിക്കും ഇത് ആദ്യമായല്ല AQIS ഇന്ത്യക്കെതിരെ ജിഹാദിന് പരസ്യ ആഹ്വാനം നടത്തുന്നത്. 2022 ജൂണിൽ BJP നേതാവ് നുപുർ ശർമ്മ പ്രവാചകനെതിരെ നടത്തിയ പരാമർശത്തിനെതിരെ AQIS രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത്, UP, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിൽ ചാവേർ ആക്രമണം നടത്തുമെന്നായിരുന്നു അന്നത്തെ ഭീഷണി.